ദൈവജനമേ, ദേവാലയത്തിലെ ഭണ്ഡാരപ്പേടകത്തിൽ ധനവാന്മാർ സംഭാവനകൾ അർപ്പിക്കുന്നതും ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നതും കർത്താവായ യേശു നിരീക്ഷിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ വായിക്കുന്ന ഒരു രംഗമുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് വിധവയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, മറ്റുള്ളവരെല്ലാം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് കാഴ്ചകൾ അർപ്പിച്ചത്. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുള്ളതെല്ലാം, അതായത് തൻ്റെ ഉപജീവനമാർഗം മുഴുവൻ അർപ്പിച്ചിരിക്കുന്നു. ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് പ്രിയങ്കരമായ കാഴ്ച കൊടുക്കുന്നവൻ്റെ മനസ്സും ഉദ്ദേശശുദ്ധിയുമാണ്, അല്ലാതെ കൊടുക്കുന്ന വസ്തുവിൻ്റെ ഭൗതിക മൂല്യമല്ല എന്നാണ്. നമ്മുടെ സമർപ്പണത്തിൻ്റെ അളവല്ല, മറിച്ച് പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ ആത്മാർത്ഥതയാണ് പ്രധാനം, ദി ജെനുവിനിറ്റി. ഇന്നത്തെ ലോകത്തിൽ പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ കാണിക്കാനും അംഗീകാരം നേടാനും വേണ്ടിയാകുന്നു. ഭൗതിക നേട്ടങ്ങൾക്കും ബാഹ്യമായ പ്രകടനങ്ങൾക്കും നാം അമിത പ്രാധാന്യം നൽകുന്നു. എന്നാൽ ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ചെറിയതും എന്നാൽ ആത്മാർത്ഥവുമായ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ കണ്ണിൽ വളരെ വളരെ വലുതാണ് എന്ന്. യഥാർത്ഥ ഭക്തിയും സമർപ്പണവും വളരെ ലളിതവും ആത്മാർത്ഥവുമാണ്. ഈ സുവിശേഷ സന്ദേശം യേശുവിൻ്റെ 2ാം വരവിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഭൗതിക സമ്പത്തിനും സുഖലോലുപതയ്ക്കും പിന്നാലെ പായുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഒരുക്കത്തെ നാം പാടെ അവഗണിക്കുകയല്ലേ സഹോദരങ്ങളെ? യേശുവിൻ്റെ 2ാം വരവ് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഉണ്ടാകാം. അതൊരു ഭയങ്കര സംഭവമായിരിക്കും. അതിനാൽ നമ്മുടെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നാം എപ്പോഴും തയ്യാറായിരിക്കണം, ആത്മാവിൽ വിശുദ്ധിയുള്ളവരായി. ആ വിധവയെ പോലെ നമ്മുടെ കുറവുകളിലും ദാരിദ്ര്യത്തിലും നമ്മുടെ രോഗപീഠകളിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ നാം പഠിക്കണം. നാം ഏത് അവസരത്തിലാണോ ഇപ്പോൾ ഇരിക്കുന്നത്, ആ അവസരം ദൈവം അറിയാണ്ട്, ദൈവം അനുവദിക്കാതെ നടക്കുന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. നാം പാപാവസ്ഥയിൽ ജീവിക്കുകയാണെങ്കിൽ പശ്ചാത്തപിച്ച് പാപമോചനം നേടുകയും ചെയ്യണം. ഇത് നമുക്ക് പ്രത്യാശയും ആശ്വാസവും നൽകുന്നു. നമ്മുടെ ചെറിയ സമർപ്പണങ്ങൾ പോലും ദൈവരാജ്യത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് എന്നുള്ളത് ഓർക്കുക. അനുതപിക്കുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസവും അവിടുത്തോടുള്ള സ്നേഹവുമാണ് ഏറ്റവും വലിയ നിധി, ദി ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് വാല്യുബിൾ ട്രഷർ. ഈ ബോധ്യത്തോടെ നമ്മുടെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവാനുഗ്രഹം നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകട്ടെ. ആമേൻ.